ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ വിഡ്ഢിക്കൂശ്മാണ്ഡം എന്ന കഥയാണ് നമ്മളിന്ന് പറയുന്നത്. പണ്ട് കാരാട്ടൻ നമ്പൂരിയുടെ ശിഷ്യനായി കോഴിക്കോട് ഏറ്റവും പ്രസിദ്ധനായിട്ട് ഒരു വിഷവൈദ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വിഷമിറക്കാനായി ഒരു സ്ഥലത്തും പോവുക പതിവില്ല. വിഷഭയം ഉണ്ടാകുന്നവരെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വിഷമിറക്കിച്ച് കൊണ്ടുപോവുകയാണ് പതിവ്. അദ്ദേഹം അതിനായിട്ട് യാതൊന്നും വാങ്ങുകയും പതിവില്ല. എങ്കിലും ജനങ്ങൾ മറ്റു വല്ല കാരണവും പറഞ്ഞ് അദ്ദേഹത്തിന് ധാരാളം പണം കൊടുത്തു വന്നിരുന്നു. അതിനാൽ അദ്ദേഹം കാലക്രമേണ വലിയ ധനവാനായി തീരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വിഷവൈദ്യം പഠിക്കാനായിട്ടും വളരെ ആളുകൾ ചെന്നുകൊണ്ടിരുന്നു. ചെന്നവർക്കെല്ലാം അദ്ദേഹം ഓരോ ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചയക്കുകയാണ് പതിവ്. ആ വിഷവൈദ്യൻ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ തെക്കേതായി ഒരു വീടുണ്ടായിരുന്നു. അവിടെ കൊച്ചിരാമൻ എന്നു പേരുള്ള ഒരു ബാലനുണ്ടായിരുന്നു. ആ വീട്ടുകാർ കാലക്ഷേപത്തിന് യാതൊരു മാർഗവുമില്ലാതെ വളരെ കഷ്ടപ്പെട്ടാണ് നിത്യവൃത്തി കഴിച്ചു വന്നിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതായിട്ട് തനിക്കും വിഷവൈദ്യം പഠിക്കണമെന്ന് കൊച്ചിരാമൻ നിശ്ചയിച്ചു. അവൻ അക്ഷരജ്ഞാനം പോലുമില്ലാത്ത ഒരു വിഡ്ഢിയായിരുന്നു. അവൻ്റെ കഷ്ടപ്പാട് നിമിത്തം അവന് അങ്ങനെ ഒരു മോഹം തോന്നിയെന്നു മാത്രമേ ഉള്ളൂ. ആ കൊച്ചുരാമൻ ഒരു ദിവസം ആ വൈദ്യൻ്റെ ശിഷ്യന്മാരെ കണ്ട് വിഷവൈദ്യം പഠിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് ചോദിച്ചു. അതിനവർ വിഷവൈദ്യം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളെ കൂടെ വിഷവൈദ്യം പഠിപ്പിക്കണമെന്ന് പറയണം. യഥാശക്തി വല്ലതും ഒരു ദക്ഷിണയും ചെയ്യണം. എന്നാൽ അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരും. ആ മന്ത്രം ഭക്തിയോടുകൂടി അക്ഷരലക്ഷം ഉരുക്കഴിക്കണം. പിന്നെ ആ മന്ത്രം കൊണ്ട് വെള്ളം മോതി ഒഴിക്കുകയോ ഭസ്മം ജപിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ വിഷമിറങ്ങും. അങ്ങനെയാണ് പതിവ് എന്ന് മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കൊച്ചുരാമന് വളരെ സന്തോഷമായി. ഇതിന് പ്രയാസമൊന്നുമില്ലല്ലോ. എങ്കിലും തൽക്കാലം ഒരു ദക്ഷിണ ചെയ്യുന്നതിന് കൈവശമൊന്നുമില്ലാതെ ഇരുന്നതിനാൽ അവന് വളരെ വിഷാദമുണ്ടായി. അവരുടെ പുരപ്പുറത്ത് ഒരു കുമ്പളം കയറി പടർന്ന് കിടപ്പുണ്ടായിരുന്നു. അതിന്മേൽ 5-6 കായും ഉണ്ടായിരുന്നു. തൽക്കാലം ഗുരുവിന് ഇതുകൊണ്ട് ചെന്ന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു. അവൻ അന്ന് തന്നെ അതെല്ലാം പറിച്ചു കെട്ടിവെച്ചു. പിറ്റേ ദിവസം ശിഷ്യരും മറ്റും വന്നു കൂടുന്നതിന് മുമ്പ് ഉപദേശം വാങ്ങണമെന്ന് നിശ്ചയിച്ച് കൊച്ചുരാമൻ വെളുപ്പാൻ കാലത്ത് കുമ്പളങ്ങ ചുമടുമെടുത്ത് വൈദ്യന്റെ ഗൃഹത്തിലെത്തി. വൈദ്യൻ ഉണർന്നെണീറ്റ് പുറത്തു വന്നപ്പോൾ കൊച്ചുരാമൻ കുമ്പളങ്ങ ചുമട് വൈദ്യന്റെ മുന്നിൽ വെച്ച് താണു തൊഴുതു. "നീ എന്തിനാണ് വന്നത്?" എന്ന് വൈദ്യൻ ചോദിച്ചു. "എന്നെ കൂടി വിഷവൈദ്യം പഠിപ്പിക്കണമെന്ന് കൊച്ചുരാമൻ പറഞ്ഞു." അത് കേട്ട് വൈദ്യൻ, "അതിന് വിഡ്ഢി കൂശ്മാണ്ഡം എന്തിനാണ്?" എന്ന് ചോദിച്ചു. വിഷവൈദ്യം പഠിക്കുവാനുള്ള ധൃതിയും പരിഭ്രമവും കൊണ്ട് കൊച്ചുരാമൻ വൈദ്യൻ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല. വിഡ്ഢി കൂശ്മാണ്ഡം എന്ന് മാത്രമേ അവൻ കേട്ടുള്ളൂ. അത് മന്ത്രമാണെന്നും അതുകൊണ്ട് ഉപദേശം കഴിഞ്ഞുവെന്നും തീർച്ചപ്പെടുത്തി അവൻ ഉത്തരമൊന്നും മിണ്ടാതെ വൈദ്യനെ ഒന്നുകൂടി തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നേരം വെളുത്തപ്പോഴേ വിഡ്ഢി എന്ന് വിളിച്ചത് കൊണ്ട് അവൻ മുഷിഞ്ഞുപോയതായിരിക്കും എന്നാണ് വൈദ്യൻ വിചാരിച്ചത്. കൊച്ചുരാമന് ഒരു മുഷിച്ചിലും ഉണ്ടായില്ല. എന്ന് തന്നെയല്ല, മന്ത്രം ക്ഷണത്തിൽ ഉപദേശിച്ചു കൊടുത്തതിനാൽ അവന് വളരെ സന്തോഷമുണ്ടാവുകയും ചെയ്തു. അവൻ ഉടനെ അവൻ്റെ വീട്ടിലെത്തി. കുളിച്ചു വന്ന് ഒരു വിളക്കും കൊളുത്തിവെച്ച് അതിൻ്റെ മുൻപിലിരുന്ന് മന്ത്രം ജപിച്ചു തുടങ്ങി. അങ്ങനെ അക്ഷരലക്ഷം, അതായത് ഈ മന്ത്രം 5 അക്ഷരമുള്ളതിനാൽ 5 ലക്ഷം പ്രാവശ്യം ഉരുക്കഴിച്ച് തീർത്തു. താൻ നല്ല വിഷവൈദ്യനായി തീർന്നു എന്നവൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു. സാധാരണ വിഷവൈദ്യൻ വിഷമിറക്കാനായി എങ്ങും പോവുക പതിവില്ലല്ലോ. ചെന്നു കടിക്കുകയില്ലെന്നും ചെന്ന് വിഷമിറക്കുകയില്ലെന്നും സർപ്പങ്ങളും വിഷവൈദ്യന്മാരും തമ്മിൽ സത്യം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. എന്നാൽ നമ്മുടെ കൊച്ചുരാമൻ അത് കേട്ടിട്ടില്ലായിരുന്നു. എവിടെയെങ്കിലും വിഷഭയമുണ്ടായെന്ന് കേട്ടാൽ അപ്പോൾ കൊച്ചുരാമൻ അവിടെ എത്തുകയും മേൽപ്പറഞ്ഞ മന്ത്രം കൊണ്ട് വെള്ളമോതി ഒഴുക്കി വിഷമിറക്കുകയും പതിവായി. ആദ്യം കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ വിഷവൈദ്യത്തിൽ ആർക്കും അത്ര വിശ്വാസമുണ്ടായിരുന്നില്ല. ക്രമേണ എല്ലാവർക്കും അനുഭവപ്പെട്ടു തുടങ്ങുകയും വിശ്വാസം ജനിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുരാമന് വൈദ്യൻ എന്നുള്ള പേര് സർവത്ര പ്രസിദ്ധമായി തീർന്നു. വിഷഭയമുണ്ടാകുന്ന ദിക്കിലെല്ലാം അവനെ ആളുകൾ വന്ന് വിളിച്ചു കൊണ്ടുപോയി തുടങ്ങി. അവന് ആ വിഷയത്തിൽ ധാരാളം പണം കിട്ടിത്തുടങ്ങുകയും ചെയ്തു. വിഷമിറക്കിയാൽ അതിനൊന്നും വാങ്ങരുതെന്നുള്ള പ്രമാണം
നമ്മുടെ കൊച്ചുരാമ വൈദ്യൻ അത്ര വകവെച്ചിരുന്നില്ല. ഈ വിധത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൻ്റെ ദാരിദ്ര്യം തീരെ തീർന്നുവെന്നല്ല, അവൻ വലിയ സമ്പന്നനായി തീരുകയും ചെയ്തു. വളരെ നിലവും പുരയിടങ്ങളും വീട്ടിൽ വേണ്ടുന്ന ഭരണി, പാത്രങ്ങൾ, ആഭരണങ്ങൾ മുതലായവയെല്ലാം സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ കോഴിക്കോട് അന്ന് നാടുവാണിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാന് വിഷഭയമുണ്ടായി. അനേകം വിഷവൈദ്യന്മാർ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും വിഷമിറങ്ങിയില്ല. 3-ാം ദിവസം തമ്പുരാനെ നിലത്തിറക്കി ശവസംസ്കാരത്തിന് വേണ്ടുന്ന വട്ടങ്ങൾ കൂട്ടിത്തുടങ്ങി. അപ്പോഴാണ് അവിടെ ചിലർക്ക് കൊച്ചുരാമ വൈദ്യനെ ഓർമ്മ വന്നത്. അയാളെ കൂടെ ഒന്ന് വരുത്തിക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ഇനി ആരെയും കാണിച്ചിട്ട് പ്രയോജനമില്ല, ഇവിടെ കഥ കഴിഞ്ഞു എന്ന് മറ്റു ചിലരും പറഞ്ഞു. എങ്കിലും ഒടുക്കം അയാളെ കൂടെ ഒന്ന് വരുത്തണമെന്ന് തീർച്ചപ്പെടുത്തി. ഒരു ഡോലിയും കൊടുത്ത് ചില ഹരിക്കാരന്മാരോട് കൂടി ആളുകളെ അയച്ചു. അവർ ചെന്ന് കൊച്ചുരാമ വൈദ്യനെ കണ്ട് വിവരം പറയുകയും വൈദ്യൻ ക്ഷണത്തിൽ വരികയും ചെയ്തു. വൈദ്യൻ വന്ന് തമ്പുരാനെ കണ്ട ഉടനെ കോവിലകത്ത് മടപ്പള്ളിക്കാരനായ കുട്ടിപ്പട്ടരെ വിളിച്ച് ക്ഷണത്തിൽ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു. അത് കേട്ട് അവിടെ കൂടിയിരുന്ന മറ്റ് വിഷവൈദ്യന്മാരെല്ലാം അതെന്തിനാണ് എന്ന് ചോദിച്ചു. തിരുമനസ്സുകൊണ്ട് അമൃതയത്ത് കഴിച്ചിട്ട് 2-3 ദിവസമായല്ലോ. വിഷമിറങ്ങുമ്പോൾ അവിടേക്ക് വളരെ ക്ഷീണവും വിശപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് കൊടുക്കാനാണ് കഞ്ഞി എന്ന് കൊച്ചുരാമ വൈദ്യൻ മറുപടി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും പുച്ഛരസത്തോടു കൂടി പുഞ്ചിരിയിട്ടു. തമ്പുരാൻ്റെ കഥ കഴിഞ്ഞുവെന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം. അല്ലെങ്കിൽ നിലത്തിറക്കുകയില്ലല്ലോ. കൊച്ചുരാമ വൈദ്യൻ കുറച്ച് വെള്ളമെടുത്ത് വിഡ്ഢിക്കൂശ്മാണ്ഡം എന്ന് 108 ഉരു ജപിച്ച് തമ്പുരാൻ്റെ മുഖത്ത് തളിച്ചു. ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു. വൈദ്യൻ പിന്നെയും ഒരു പ്രാവശ്യം കൂടി അപ്രകാരം വെള്ളം ജപിച്ച് തളിച്ചു. തമ്പുരാൻ കൈയും കാലും ഇളക്കി തുടങ്ങി. 3-ാമതും വൈദ്യൻ വെള്ളം ജപിച്ച് തളിച്ചു. ഉടനെ തമ്പുരാൻ എണീറ്റിരുന്ന് കഞ്ഞി കുടിക്കണമെന്ന് കൽപ്പിച്ചു. തൽക്ഷണം കഞ്ഞി കൊണ്ടുവരികയും തമ്പുരാൻ വയറു നിറച്ച് കഞ്ഞി അമൃതത്ത് കഴിക്കുകയും ചെയ്തു. പിന്നെ സ്വല്പം കഴിഞ്ഞ് ക്ഷീണമെല്ലാം മാറിയപ്പോൾ വിഷമിറക്കിയതാരാണ് എന്ന് കൽപ്പിച്ച് ചോദിച്ചു. ഈ ഇരിക്കുന്ന കൊച്ചുരാമ വൈദ്യനാണ് എന്ന് സേവകന്മാരിൽ ഒരാൾ അറിയിച്ചു. തമ്പുരാൻ സന്തോഷിച്ച് കൊച്ചുരാമ വൈദ്യന് 2 കൈക്കും വീരശൃംഖലയും 10,000 പവനും 10 കുത്തു പട്ടും സമ്മാനമായി കൽപ്പിച്ചു കൊടുക്കുകയും വൈദ്യനെ പല്ലക്കിൽ കയറ്റിയെടുത്ത് വാദ്യഘോഷങ്ങളോടുകൂടി അയാളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിന്ന മറ്റുള്ള വൈദ്യന്മാർക്കുണ്ടായ ലജ്ജയും അത്ഭുതവും എത്രമാത്രമാണെന്ന് പറയാൻ തന്നെ പ്രയാസം. ആ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചുരാമ വൈദ്യരുടെ ഗുരുവും ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ ഇത് തൻ്റെ ഉപദേശം കൊണ്ട് സാധിച്ചതാണെന്ന് വിചാരിച്ചില്ല. ഞാൻ വിഡ്ഢി എന്ന് വിളിച്ചത് നിമിത്തം ഇയാൾ എവിടെയോ പോയി ഈ ദിവ്യത്തെ വശമാക്കി എന്നതാണെന്നാണ് അയാൾ വിചാരിച്ചത്. കൊച്ചുരാമ വൈദ്യൻ ആൾക്കൂട്ടം നിമിത്തം തൻ്റെ ഗുരുവിനെ അപ്പോൾ കണ്ടതുമില്ല. കൊച്ചുരാമ വൈദ്യനെ കൽപ്പന പ്രകാരം പല്ലക്കിൽ കയറ്റിയെടുത്തു പട്ടാളക്കാർ മുതലായവരുടെ അകമ്പടിയോടും വാദ്യഘോഷത്തോടും കൂടി വീട്ടിലേക്ക് പുറപ്പെട്ടു. പിന്നാലെ അസംഖ്യം ജനങ്ങളും കോവിലകത്ത് കൂടിയിരുന്ന വിഷവൈദ്യന്മാരും നടന്നു. അങ്ങനെ പോകുമ്പോൾ ഒരിക്കൽ കൊച്ചുരാമ വൈദ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ തൻ്റെ ഗുരുവിനെയും കണ്ടു. ഉടനെ പല്ലക്ക് ഇറക്കി വയ്ക്കാൻ വൈദ്യൻ പറയുകയും ചുമട്ടുകാർ ഇറക്കി വയ്ക്കുകയും ചെയ്തു. ഉടനെ കൊച്ചുരാമ വൈദ്യൻ പല്ലക്കിൽ നിന്നിറങ്ങി തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം എടുത്ത് ഗുരുവിൻ്റെ പാദത്തിങ്കൽ കൊണ്ടു ചെന്ന് വെച്ച് നമസ്കരിച്ചു. ഇത് കണ്ട അയാൾ അത്ഭുതപ്പെട്ട് ഇതിൻ്റെ കാരണം ചോദിച്ചു. അപ്പോൾ കൊച്ചുരാമ വൈദ്യൻ, ഇതെല്ലാം അവിടുത്തെ ഉപദേശവും അനുഗ്രഹവും കൊണ്ട് കിട്ടിയതാണ്. ഇതിനു മുമ്പും എനിക്ക് വളരെ പണവും സമ്മാനങ്ങളും അവിടുത്തെ കാരുണ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ അവിടെ ഒന്നും കൊണ്ടുതരാൻ സാധിച്ചില്ല. അതിനെക്കുറിച്ച് കൃപകേടുണ്ടാവരുത്. എൻ്റെ പേരിലുള്ള വീഴ്ചകളെല്ലാം ക്ഷമിച്ച് ഇതിനെ അവിടുന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഗുരു, ഞാൻ നിങ്ങൾക്ക് ഒന്നും ഉപദേശിച്ച് തന്നിട്ടില്ലല്ലോ. മരിച്ചവരെ ജീവിപ്പിക്കുന്നതായ ഈ വിദ്യ നിങ്ങൾ എനിക്ക് ഉപദേശിച്ച് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഗുരു പറഞ്ഞു. എനിക്ക് അവിടുന്ന് ഉപദേശിച്ച് തന്നിട്ടുള്ള മന്ത്രമല്ലാതെ വേറെ യാതൊരു വിദ്യയുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സാധിക്കുന്നത്, കൊച്ചുരാമ വൈദ്യൻ പറഞ്ഞു. ഏതു മന്ത്രം? ഗുരു ചോദിച്ചു. കൊച്ചുരാമ വൈദ്യൻ ഉടനെ ഗുരുവിൻ്റെ ചെവിയിൽ സ്വകാര്യമായിട്ട്, വിഡ്ഢിക്കൂശ്മാണ്ഡം എന്ന മന്ത്രം തന്നെ. ഇത് കേട്ടപ്പോൾ ഗുരുവിന് വളരെ അത്ഭുതമുണ്ടാവുകയും ഗുരുത്വവും ഭക്തിയും വിശ്വാസവും തന്നെയാണ് പ്രധാനമായി വേണ്ടതെന്നും അവയുണ്ടായാൽ സകലതും സിദ്ധിക്കുമെന്നും ബോധം വരികയും ചെയ്തു.